നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബിജു കുളങ്ങര. എൻ്റെ ദ സ്പോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിലെ തെക്കോട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തിനുള്ളിൽ ഞാൻ വേദിയിലിരിക്കുകയാണ്. വടക്കഭിമുഖമായി, അതായത് ഞാൻ ഇരിക്കുന്ന വേദിക്ക് അഭിമുഖമായി സദസ്സിൽ ധാരാളം പേരിരിപ്പുണ്ട്. ഇവർ പലരും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് വേദിയിലിരിക്കുന്ന എന്നോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെല്ലാം വ്യക്തമായ മറുപടി നൽകുന്നു. അത് കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞ്, അതായത് ഈ സദസ്സിലുള്ളവരുമായിട്ടുള്ള സംവാദം അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയൊരു കെട്ടിടത്തിന് മുന്നിലേക്ക് ചെന്നു. ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന കിഴക്ക് പടിഞ്ഞാറ് റോഡിന് വടക്ക് വശത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ആ കെട്ടിടത്തിന് മുന്നിലേക്ക് ചെന്നപ്പോൾ ആ കെട്ടിടത്തിന് മുന്നിൽ വലിയ വിശാലമായൊരു പൂന്തോട്ടമാണ്. ഈ പൂന്തോട്ടത്തിൻ്റെ മധ്യത്തിൽ ധാരാളം ഒഴിഞ്ഞ കസേരകൾക്ക് നടുവിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ സുരക്ഷയിൽ ബരാക് ഒബാമ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയിരിക്കും. എന്നെ കണ്ടതും ബരാക് ഒബാമ ഒന്ന് പുഞ്ചിരിച്ചു, ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. ഞാൻ ബരാക് ഒബാമയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അതായത് പടിഞ്ഞാറ് ദിശയിലേക്ക് നടന്നു വന്നു. ബരാക് ഒബാമ കിഴക്കോട്ടൊരു കസേരയിൽ നോക്കി പൂന്തോട്ടത്തിൻ്റെ മധ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, 2 ചെയർ ഇട്ടിട്ട് ബാക്കി മുഴുവൻ ചെയറും ഈ പൂന്തോട്ടത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക, മാറ്റുക. ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ 2014 ഡിസംബർ 27 3:58 പുലർച്ചെ 3:58 കണ്ട ഒരു സ്വപ്ന ദർശനമാണ്. ഞാനിതുവരെ അമേരിക്കയിൽ പോയിട്ടില്ല. ബരാക് ഒബാമയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്വപ്നദർശനങ്ങളുണ്ട്. മറ്റൊരു സ്വപ്നദർശനമുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ ഞാൻ ഒരു സ്വപ്നദർശനം കൊണ്ട് ബരാക് ഒബാമയായിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ മറ്റൊരു അവസരത്തിൽ ഒരു വീഡിയോ ആയി ചെയ്യാം. അപ്പോൾ എന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ഭ്രാന്തനെന്നും പലതരത്തിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇനിയും വരുന്ന വീഡിയോകളിൽ കാണുവാനും അത് വിലയിരുത്തുവാനും അല്ലെങ്കിൽ സ്വപ്നദർശനങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള സൈക്കോളജിയിൽ ഗവേഷണം നടത്താൻ റിസർച്ച് ചെയ്യുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ അവരെല്ലാം എൻ്റെ ഈ വീഡിയോ, അവരുടെ എല്ലാ ശ്രദ്ധയിലേക്ക് കൂടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. കാരണം സ്വപ്നങ്ങൾക്ക് പഠനം ആവശ്യമാണ്. എന്താണ് സ്വപ്നം, അല്ലെങ്കിൽ ആ സ്വപ്നം എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്നതിനെക്കുറിച്ച് ധാരാളം റിസർച്ചുകൾ വിദേശ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ശ്രദ്ധയിലേക്കും കൂടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. അപ്പോൾ എന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോകൾക്ക് പലതരത്തിലുള്ള കമൻറ്റുകൾ, അനുകൂലമായും പ്രതികൂലമായും ഒക്കെ കമൻറ്റ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അവരെ ഇത്തരം വീഡിയോകൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.